ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറച്ച് ദിവസമായി വീണ്ടും ലെങ്തി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനങ്ങനെ രാവിലെ ഒരു സുബഹിക്ക് മുന്നേ, അതായത് ഒരു 4:30 എന്തോ ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റു. അതെനിക്കിപ്പോൾ ശീലമായി. ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു. സാധാരണ പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. പിന്നെ ഈന്തപ്പഴം കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴുണ്ട് ബാങ്ക് കേട്ടു. പിന്നെ ഒളുവൊക്കെ ചെയ്ത് നമസ്കരിക്കാനായി വന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സത്യത്തിൽ നല്ല ബിസിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പം അറിയായിരിക്കും, ഇക്ക വന്നു, നാട്ടിലുണ്ട്. അപ്പോൾ എന്നും പുറത്ത് പോക്ക്, പിന്നെ സ്കൂളിൽ പോകണം, പിന്നെ വീട്ടിൽ വന്നാൽ വീട്ടുകാര്യങ്ങൾ നോക്കണം. അപ്പോൾ വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ അപ്പോൾ അതിനുള്ള ടൈമൊന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ പാട്ടൊക്കെ കേട്ട് നിന്ന് ജോലി ചെയ്യാനാണ് ഇഷ്ടം. അതെനിക്ക് ഭയങ്കര വൈബാണ് രാവിലെ. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 2-3 മണിക്കൂർ അത് എൻ്റെ മാത്രമായ ഒരു ലോകത്താണ് ഞാൻ. അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഡാൻസൊക്കെ സ്റ്റെപ്പൊക്കെ, അത് ഈ ജോലിയുടെ ഇടയിൽ തന്നെ. അപ്പോൾ എന്നെപ്പോലെ വട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊരു ചെറിയ ചെറിയ വട്ട് നമുക്ക് നല്ലതാണ്. മനസ്സിന് വളരെ സന്തോഷം കിട്ടുന്ന ചെറിയ ചെറിയ വട്ടുതരങ്ങൾ അതൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ പാട്ടൊന്നും വെച്ചില്ല. കാരണം എനിക്ക് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. എൻ്റെ ഓരോ ജോലി തിരക്കിലും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പാട്ട് വയ്ക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ചീരയാണ് എടുത്തത്. ചീര എടുത്ത് നല്ലപോലെ അതിനെ തോരത്തിനായിട്ട് അരിയാണ്. അപ്പോൾ ആദ്യം അരിഞ്ഞപ്പോഴുണ്ട് എൻ്റെ കത്തിക്ക് മൂർച്ചയില്ല. അപ്പോൾ ഞാൻ മൂർച്ച കൂട്ടാനായിട്ട് ആ സൂത്രം എനിക്ക് ഇപ്പോൾ കൊണ്ടുവന്നതാണേ. അപ്പോൾ ആ സൂത്രം എടുത്ത് വെച്ച് നല്ലപോലെ കത്തിക്ക് മൂർച്ചയൊക്കെ കൂട്ടി ശേഷം വീണ്ടും അരിയാണ്. അപ്പോൾ നല്ലപോലെ അരിയാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ മൂർച്ച കൂടിയ കത്തി ഉപയോഗിക്കുന്നതിനേക്കാളും മൂർച്ചയില്ലാത്ത കത്തി ഉപയോഗിക്കാനാണ് സത്യത്തിൽ എനിക്കിഷ്ടം. കാരണം എന്ന് വെച്ചാൽ അബദ്ധത്തിലെങ്ങാനും കയ്യിൽ കൊണ്ടാൽ കൈ മുറിയും. മറ്റേ മൂർച്ചയില്ലെങ്കിൽ അത്രത്തോളം കൈ മുറിയില്ലല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും കുറച്ചുകൂടെ സ്പീഡിന് അരിയാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഈ ഒരു സൂത്രം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ നല്ലപോലെ കത്തിക്ക് മൂർച്ച കൊടുത്തു. എന്നിട്ട് അരിയാണ്. പിന്നെ കുറേ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ഹോം ടൂർ ചെയ്യാമോ എന്ന്. സത്യത്തിൽ ആഗ്രഹമുണ്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇക്ക വന്നിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. പുറത്തു പോയാലും തിരിച്ചെത്തുമ്പോൾ പാതിരാത്രിയാവും. നമ്മൾ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ കറങ്ങിത്തിരിഞ്ഞ് അത് നമുക്കൊരു ഇഷ്ടം, രാത്രി വീട്ടിൽ കയറാം എന്നുള്ള രീതിയിൽ. അങ്ങനെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് എന്തോ ഒരു ഫുഡ് എനിക്ക് പിടിച്ചില്ല. അങ്ങനെ എനിക്ക് വയറിനൊക്കെ പ്രശ്നമായി. അതിൻ്റെ കൂടെ ഞാനൊരു ദിവസം മൂടിടിച്ച് വീണു. ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ ഈ കഴുകിയ തുണികൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ട് ഞാൻ 2 കാലും ഒരുപോലെ സ്ലിപ്പായി മൂടിടിച്ച് വീണു. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഒരു 3-4 ദിവസം വരെ കുറച്ച് സങ്കടമായിരുന്നു. പിന്നെ എന്നെ ഡോക്ടറെയൊക്കെ കണ്ടതുകൊണ്ട് കല്ലിക്കാതിരിക്കാനും നീരൊന്നും അങ്ങ് ഇതായി പോകാനൊക്കെ വേണ്ടിയിട്ട്, അലിഞ്ഞു പോകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റൊക്കെ തന്നായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ കഴിച്ച് ഞാനിപ്പോൾ സുഖമായി. അൽഹംദുലില്ലാ ഹാപ്പി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ ഫാമിലിയെയും കൂട്ടണം. ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരെയും ഞാനും കൂട്ടുന്നുണ്ട്. ഇതുവരെ അങ്ങനെ തന്നെയാണ്. ഇൻഷാ അള്ളാ ഇനിയും അങ്ങനെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരാൻ വേണ്ടി ഞാൻ ഇൻഷാ അള്ളാ ദുആ ചെയ്യും ഇനിയും. അപ്പോൾ നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. പിന്നെ എന്നെ ഒരുപാട് പേര് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവാൻ കാര്യം എന്ന് വെച്ചാൽ എന്നെ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യൂസ് കാണുമ്പോൾ കാണാമല്ലോ. അപ്പോൾ എന്നെ അത്രയും പേരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ സത്യത്തിൽ ഞാൻ ഇതുവരെയും ഇത്രയും ലെങ്തി വീഡിയോ ചെയ്തിട്ടില്ല.
പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും 1 മണിക്കൂറൊക്കെ ചെയ്യുന്നവരുണ്ട്, പിന്നെ കുറച്ച് അരമണിക്കൂറെങ്കിലും ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാനൊക്കെ അങ്ങനെ ഇട്ടാൽ എന്നെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആ കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഇന്ന് ഒരു 10-15 മിനിറ്റൊന്നും വരില്ല, അതിനകത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ ഞാൻ വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണേ. ഓക്കെ, അങ്ങനെ അതപ്പോൾ ഞാൻ ചീരത്തോരനൊക്കെ ഉണ്ടാക്കി. അതിന് ശേഷം ചോറ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഞാൻ ആദ്യം തിളപ്പിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ കറിയും മറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിനെ വിസിൽ കേൾപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കത് കറക്റ്റാണ്. പിന്നെ നല്ല വെന്ത് പോകുന്ന അരിയാണെങ്കിൽ ചില ദിവസങ്ങളിൽ നല്ല കുഴഞ്ഞു പോകും. പക്ഷേ ഈ വേവാത്ത അരി ഉണ്ടല്ലോ ഒരുവിധം, മറ്റേ ജയ അരി, അതൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫോമിൽ തന്നെ നമുക്ക് ആ ചോറ് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും എളുപ്പപ്പണിയാണ് ഇഷ്ടം. ഞാൻ കുറച്ച് അതായത് ഒരുപാട് സമയം കിച്ചണിൽ ചിലവഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അതായത് എളുപ്പത്തിൽ ജോലി തീർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്ന് ഞാൻ ചിന്തിച്ചിട്ട് അതനുസരിച്ചാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ആരൊക്കെയോ എന്നോട് ചോദിച്ചിരുന്നു, ഈ ഇടത് കൈ കൊണ്ടാണോ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്നറിയോ, ഞാൻ ചെയ്യുന്നത് വലത് കൈ കൊണ്ടാണ്. സംഭവം നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ വീഡിയോയിൽ അത് കാണിക്കുന്നത് ഇടത് കൈ കൊണ്ട് ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടത് കൈ കൊണ്ടെല്ലാം ചെയ്യുന്നു എന്ന് തോന്നുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ചീരപ്പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ സംസാരിച്ച് വന്നപ്പോഴേക്കും ചീരപ്പണിയൊക്കെ കഴിഞ്ഞു. ആ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെജിറ്റബിൾ കൊണ്ടിട്ടൊരു കറി വെക്കുകയാണ്. അപ്പോൾ ഇക്കായാണെങ്കിൽ ഡയറ്റിലാണെന്ന് പറയും. എന്ന് പറച്ചിലാണ്. സത്യത്തിൽ നാട്ടിൽ വന്നിട്ട് ആൾ കുറച്ച് മടിയാണ്. ഡയറ്റ് കറക്റ്റ് ഫോളോ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇക്കാക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ നാട്ടിലെത്തുമ്പോൾ കുറേ കാലം കൂടിയിട്ട് ഭക്ഷണങ്ങൾ നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഡയറ്റൊക്കെ നമുക്ക് കുറച്ച് പാടാണല്ലോ, അതങ്ങോട്ട് ഫോളോ ചെയ്യാൻ പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്ക ഇപ്പോൾ ഡയറ്റ് അങ്ങോട്ട് ഇന്നും കൂടി ഞാൻ കഴിക്കൂ, നാളെ മുതൽ ഡയറ്റാണേ എന്നൊക്കെ പറയും. പക്ഷേ കക്ഷിക്ക് അതങ്ങോട്ട് ഫോളോ ചെയ്യാനായിട്ട് ഇത്രയും ദിവസമായിട്ടും പറ്റിയിട്ടില്ല. എന്തായാലും ശരി, ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾ തന്നെ കൂടുതലും റെഡിയാക്കി വെച്ചിട്ട് പോകും. അപ്പോൾ വെജിറ്റബിൾ കൊണ്ട് ഇക്കാക്ക് ഞാൻ വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം പുളിങ്കറിയാണ്. സാമ്പാറിനേക്കാൾ ഇക്കാക്ക് ഇഷ്ടം പുളിങ്കറിയാണ്. അപ്പം ഞാനിന്ന് പുളിങ്കറിയാണ് വെക്കുന്നത്. പുളിങ്കറിയും പിന്നെ ചീരത്തോരനും പിന്നെ മുട്ട ഫ്രൈ ഇക്കാക്ക് ചൂടോടെ തന്നെ അതിൻ്റെ കൂടെ വെച്ച് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം അത് ഇക്ക സമയത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, മീനൊക്കെ വാങ്ങി ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. പക്ഷേ മീനൊന്നും അങ്ങനെ രാവിലെ എടുത്ത് വെച്ചിട്ട് പോകാൻ എനിക്ക് സത്യത്തിൽ കുറച്ച് പാടാണ്. ഞാൻ മീൻകറിയൊക്കെ സാധാരണ രാത്രി വെച്ചിട്ട് രാവിലെ ചൂടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ തലേക്കും ദിവസം ഉണ്ടാക്കിയ മീൻകറി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ ഇതിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇത്രയാണ് ഞാൻ പണികൾ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട തോരൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം തേങ്ങ ഇടുന്നില്ല. മുട്ട ചിക്കിയതും ചപ്പാത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിനായിട്ട് വളരെ എളുപ്പമാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാനിവിടെ ചില ദിവസങ്ങളിൽ ഞാൻ തേങ്ങ ഇടും, എന്നിട്ട് മുട്ട ചിക്കും. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ്. മുട്ടത്തോരൻ എന്ന് അതിനെയല്ലേ പറയുക. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എളുപ്പപ്പണിയാണ് ചെയ്തേക്കുന്നത്. തേങ്ങ എടുത്തിട്ടില്ല. പകരം സവാളയും പച്ചമുളകും ഒക്കെ കൊത്തി അരിഞ്ഞ് കടുതാളിച്ച് അതിലേക്ക് മുട്ട ഉടച്ചൊഴിച്ച് ശേഷം ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടിയിട്ട് ഉപ്പും ഇട്ട് എടുത്താലും മതി. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ എടുത്തതെന്ന് വെച്ചാൽ പാപ്രിക്ക പൗഡറും കൂടി കുറച്ച് ഇട്ടിട്ട് കുരുമുളകും കൂടി ഇട്ട് നല്ലപോലെ ചിക്കിയെടുത്തു. നല്ലൊരു ടേസ്റ്റായിരുന്നു. പാപ്രിക്ക പൗഡറിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ടിഫിനൊക്കെ റെഡിയാക്കി നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലെത്തി. അപ്പോൾ എത്തിയപ്പോൾ തന്നെ കുട്ടികൾ ഇതൊക്കെ സ്നേഹം കൊണ്ട് തരുന്നതാണ് കേട്ടോ. കുറേ കുട്ടികൾ വന്നു. മറുവ, ആദിയ, അവരുടെ സ്നേഹം ഇങ്ങനെ എഴുതി അറിയിക്കും.
പിക്ചറൊക്കെ വരച്ച്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് റെക്കോർഡിങ്ങിനാണ് കേട്ടോ. റെക്കോർഡിങ്ങിനാണ് പോയത്, റെക്കോർഡിങ് സ്റ്റുഡിയോ. അതായത് നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേ ഫംഗ്ഷനൊക്കെ വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെയും പിന്നെ നമ്മൾ കുറച്ച് ടീച്ചേഴ്സൊക്കെ ആയിട്ട് റെക്കോർഡിങ് സ്റ്റുഡിയോയിലേക്ക് പോയി. ഇപ്പോൾ അവിടെ സ്കിറ്റിൻ്റെ റെക്കോർഡിംഗ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവർക്കിതൊക്കെ വലിയ ഇഷ്ടമാണ്, സൗണ്ട് കൊടുക്കാൻ. സത്യത്തിൽ എനിക്കും വലിയ ഇഷ്ടമാണ്. ചില വാചകങ്ങളൊക്കെ നമ്മുടെ സ്കിറ്റിലെ വാചകങ്ങൾ കുട്ടികൾക്ക് ചിലപ്പോൾ അതേ രീതിയിൽ പറയാനായിട്ടൊരു ഒഴുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വാചകങ്ങൾ നമ്മൾ ടീച്ചേഴ്സും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് റെക്കോർഡിങ്ങിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്താനായി. ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഇക്ക അവിടെ ഉണ്ടായിരുന്നു കാറുമായിട്ട്. അപ്പോൾ നമ്മളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ വീട്ടിലാണെങ്കിൽ അവിടെ നമ്മുടെ പരിസരത്ത് എന്തോ പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞറിഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ നടന്നു വരണ്ടാന്ന് കരുതിയിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ. എന്നാലും ആ 2 വളവായാലും അതിനിപ്പം ഇനി എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് പേടിച്ചിട്ട് ഇക്ക നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് എത്തി. അപ്പോൾ ഇക്ക പറയാണ്, ഇതിപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും വീഡിയോ എടുക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. പിന്നെ അതിന് ശേഷം എന്താ വീടെത്തി, പപ്പായയൊക്കെ അരിഞ്ഞ് കഴിച്ചു. പിന്നെ റോക്കിയുടെ കളികളൊക്കെ കണ്ട് അങ്ങനെ അവിടെ അങ്ങ് പോയി. പിന്നെ റെസ്റ്റ് എടുക്കലും പിന്നെ ഉള്ള ഫുഡൊക്കെ കഴിച്ച് രാത്രി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. കൂട്ടുകാരെ, എന്നെ ഇത്രയും നേരവും ഞാൻ പറയുന്നതൊക്കെ കേട്ടിരുന്നവരില്ലേ, നിങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ കേട്ടിട്ടില്ലേ, നമ്മളെ കേൾക്കാൻ ആളുണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോടെയും നന്ദിയോടെയും സ്നേഹത്തോടെയും ഞാനത് സ്വീകരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.